മാഷ് എഴുത്തിൻ്റെ ഒരു രൂപം പറഞ്ഞു. എഴുത്തിൽ എഡിറ്റിംഗ് വളരെ പ്രധാനമാണ്. മാഷ് ഇപ്പോൾ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ എഴുതുന്നു. ആ എഴുത്ത് ഇങ്ങനെ ചില എഴുത്തുകാർ പറയും അതിങ്ങനെ മാറ്റിവെക്കും. അതിൽ അടയിരിക്കുക എന്ന് പറയുന്നൊരു രൂപമുണ്ടല്ലോ. പിന്നീട് അതിൽ കുറേ കാലത്തിന് ശേഷം ഒരു വായനക്കാരൻ എന്ന നിലയ്ക്ക് അതിനെ വായിക്കുമ്പോൾ അതിനെ മാറ്റി എഴുതേണ്ടി വരും. അങ്ങനെ ഈ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എഡിറ്റിങ്ങിലൂടെ കടന്നു പോകുന്ന ആ ഒരു പ്രക്രിയയെപ്പറ്റി പറയാമോ? എഡിറ്റിങ് പിന്നെ സ്വാഭാവികമായും നമ്മൾ ചെയ്യുന്നൊരു പ്രക്രിയ. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് പിന്നെ രണ്ടാമത് വായിക്കുമ്പോൾ ഇവിടെ ഒന്ന് മാറ്റണം തോന്നും, അപ്പം തന്നെ മാറ്റും. അങ്ങനെ ഒരു എഡിറ്റിംഗ് ആണ് ഞാൻ നടത്തൽ. ഇപ്പം ഞാൻ ലാപ്ടോപ്പിലാണ് അടിക്കുന്നത്, അതുകൊണ്ട് വളരെ എളുപ്പമുണ്ട് ഇത് ചെയ്യാൻ. ഇപ്പോൾ കുറച്ചിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നപ്പോൾ വലിയൊരു നോവലൊക്കെ ആണെങ്കിൽ കുറേ പകുതി എത്തിയാൽ ഇടയ്ക്ക് ആദ്യം മുതൽക്ക് വായിക്കും. അപ്പം ഇവിടെ എങ്ങനെയല്ല പോണ്ട് എന്നൊക്കെ തോന്നും. അപ്പം അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ ചില എഴുത്തുകാരൊക്കെ ചെയ്യാറുണ്ട്, ഒന്ന് എഴുതി ശരിയല്ല തോന്നിയ പറ്റതങ്ങട് ഉപേക്ഷിച്ചിട്ട് പുതിയതായിട്ട് എഴുതുക. അങ്ങനത്തെ ഒരു രീതി ഞാൻ സ്വീകരിക്കാറില്ല. ഞാൻ ഈ തട്ടാന്മാരൊക്കെ ഇങ്ങനെ പണിയെടുക്കുന്ന മാതിരി അതുമ്മിൽ തന്നെ നേരെയാക്കി കൊണ്ടുവരിക ചെയ്യും, ഉപേക്ഷിക്കില്ല. അങ്ങനെ ഒരു രീതിയാണ്. അപ്പോൾ പൊതുവെ ഒരു നോവലൊക്കെ പൂർണ്ണമാവുമ്പോഴേക്ക് പിന്നെ കാര്യമായിട്ടൊരു പണി അതുമ്മിൽ ഉണ്ടാവില്ല. കാരണം അതിങ്ങനെ ഇടയിൽ വായിക്കുമ്പോൾ തന്നെ കറക്ഷൻസും എഡിറ്റിങ്ങും ഒക്കെ നടന്നിട്ടായിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ എല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം നമ്മളിത് നമ്മളുടേതല്ല എന്നുള്ള നിലയ്ക്ക് മാറ്റി വെച്ച് പിന്നൊരു വായന ഉണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ചില കാര്യങ്ങൾ തോന്നും ഇതാണ്. പക്ഷെ ചില സമയത്ത് അപ്പൊ ഒന്നും ചെയ്യാണ്ടാവില്ല, ഇങ്ങനെ തന്നെ മതിയെന്നാ തോന്നുന്നു. ഇനി നമ്മൾ പുസ്തകങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മാഷ് ആനന്ദമാണ് പ്രധാനം എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ പിന്നെ തിരിച്ചറിവുകളിലേക്ക് പ്രേരിപ്പിച്ച, നമ്മളെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോയ, ചിലപ്പോൾ നമ്മളെ പിടിച്ചു കുലുക്കിയ, ഒരു തലക്കടി തന്നതുപോലെ തോന്നിപ്പിച്ച മാഷിൻ്റെ പ്രിയപ്പെട്ട ചില പുസ്തകങ്ങളുണ്ടാവുമല്ലോ. എല്ലാവരും, ഞാൻ വായിച്ചതുപോലെ ഇത് എല്ലാവരും വായിച്ചാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന മാഷിന്റെ പുസ്തകങ്ങളെ പറ്റി പറയുമ്പോൾ പേര് പറയുമ്പോഴുള്ള പ്രശ്നം, ഇങ്ങനത്തെ സമയത്ത് നമ്മൾക്ക് കുറച്ചെണ്ണേ പറയാൻ പറ്റും. പറയുമ്പോൾ അയ്യോ അത് പറയണമായിരുന്നല്ലോ എന്നൊരു തോന്നൽ വരും. അതിന്റെ ഒരു പരിമിതി ഉണ്ട് ഇതിന്റെ അകത്ത്. ഇപ്പോ എല്ലാവരും ഇപ്പൊ ഞാൻ ഇതിന്റെ ഇപ്പോ സിവിയുടെ പുസ്തകത്തെ പറ്റി പറഞ്ഞു, പെംപ്റ്റിയുടെ പുസ്തകം അസുരവിത്തൊക്കെ വളരെ ഏറ്റവും ഘനമുള്ള കൃതിയാണ്. പിന്നെ ഇപ്പൊ മലയാളിയായിട്ടുള്ള പിന്നെ അരുന്ധതി റോയ് ഇംഗ്ലീഷിൽ എഴുതിയ ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ വളരെ ഹോണ്ട് ചെയ്ത പുസ്തകം. ഇത്ര സൗന്ദര്യാത്മകമായിട്ടുള്ളൊരു ആഖ്യാനം എന്നെ അത്ഭുതപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അടുത്ത കാലത്ത് ബുക്കർ പ്രൈസ് കിട്ടിയ എല്ലാ കൃതികളെക്കാട്ടിലും മികച്ചു നിൽക്കുന്നത് അരുന്ധതിയുടെ പുസ്തകമാണ്. പിന്നെ കുന്ദേര എനിക്ക് വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്. പാമുക്ക്, ഇങ്ങനെ പല എഴുത്തുകാരുണ്ട്. ഇപ്പൊ പറഞ്ഞാൽ ചിലത് വിട്ടുപോകുമ്പോൾ നമുക്ക് വിഷമം തോന്നും, കാരണം അത്രയ്ക്ക് ഒന്നിനൊന്നും ആലോചിക്കുമ്പോഴായിരിക്കും അയ്യോ അത് പറയണ്ടായിരുന്നു തോന്നുക. അപ്പൊ ഈ ലിസ്റ്റിങ്ങിൽ ആ ഒരു പ്രശ്നമുണ്ട്. പലപ്പോഴും പല രീതിയിൽ നമ്മളെ സ്വാധീനിക്കുകയും മറ്റും ചെയ്ത പുസ്തകങ്ങളായിരിക്കും. എഴുത്തുകാരെ പറ്റി പറയുമ്പോൾ എഴുത്തുകാര് മാഷിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ എന്ന് പറയാൻ അങ്ങനെ ചോദ്യത്തിന്റെ ഒരു വേറെ ഉദ്ദേശം എന്താ വെച്ചാൽ പ്രിയപ്പെട്ട എഴുത്തുകാരെന്ന് പറയുമ്പോൾ ഇപ്പൊ പുതിയ തലമുറയിലൊക്കെ പലരും പ്രിയപ്പെട്ടവരുണ്ട്. ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറയുമ്പോൾ ചിലവരെ എന്തായാലും വിട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദ്യത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മള് ചില വായനക്കാർ ആ എഴുത്തുകാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ മാഷ് വിചാരിക്കുന്ന വായനാ ലോകം അല്ലെങ്കിൽ പുതിയ വായനക്കാരൊക്കെ ഈ എഴുത്തുകാരെ ശ്രദ്ധിക്കണം, അവര് അങ്ങനെ വിചാരിക്കുന്ന ഇവർ വായിക്കേണ്ടവരാണ്, വായിക്കപ്പെടേണ്ടവരാണ്, ചിലപ്പം മരണപ്പെട്ടു പോയവരാകാം, പാശ്ചാത്യ എഴുത്തുകാരാവാം, ആരാണെങ്കിലും ഇവർ വായിക്കേണ്ടവരാണ് എന്ന് തോന്നിയിട്ടുള്ള എഴുത്തുകാരെ പറ്റി മാഷിന് ഓർമ്മിക്കാം? അല്ല, അങ്ങനെ എഴുത്തുകാരിപ്പോ വളരെ തീരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്ന എഴുത്തുകാരും ചിലത് ഉണ്ട്. ഇപ്പോ ഒരു കൃതി കൊണ്ടൊക്കെ തന്നെ ലോക സാഹിത്യത്തിൽ നിലനിന്ന എമിലി ബ്രോണ്ടിയുടെ വെതറിംഗ് ഹൈറ്റ്സ് എന്നുള്ള പുസ്തകം ഒരൊറ്റ പുസ്തകം അവർ എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ അവര് അങ്ങനെ ചില അപൂർവതയുള്ള എഴുത്തുകാരുണ്ട്. അപ്പോൾ അതിപ്പോ മലയാളത്തിൽ നോക്കുകയാണെങ്കിലും അങ്ങനത്തെ കുറേ എഴുത്തുകാര് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രാൻസ്ജെൻഡർ എഴുത്തുകാരുണ്ട്, ആദിവാസി ലോകത്തെ ചിത്രീകരിക്കുന്നു. ഇപ്പോൾ ഒരാളുടെ പേര് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർ വിട്ടുപോകുന്ന ഒരു വിഷമമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അപൂർവമായ അനുഭവ ലോകങ്ങളെയും കൂടി നമ്മളിന്ന് അഭിമുഖീകരിക്കണം. ട്രാൻസ്ജെൻഡർ എഴുത്തുകാർ, പിന്നെ ഗോത്ര അനുഭവങ്ങൾ കൊണ്ടുവരുന്ന എഴുത്തുകാർ, പിന്നെ
ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇപ്പോൾ പുതിയ വായനക്കാരും എഴുത്തുകാരും എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ലോകം തന്നെ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം മനുഷ്യരാശി തന്നെ നിലനിൽക്കുമോ, മനുഷ്യകുലം മുടിഞ്ഞു പോകുമോ എന്ന ചില ഭീഷണി നമ്മൾ നേരിടുന്നു. കാലാവസ്ഥാ വ്യതിയാനം, മഹാമാരികൾ, ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള ധാരാളം എഴുത്തുകൾ ഉണ്ടാവുന്നുണ്ട് പുറത്ത്. പിന്നെ മാർഗരറ്റ് അറ്റ്വുഡിൻ്റെ പുസ്തകമുണ്ട്, കിം സ്റ്റാൻലി റോബിൻസന്റെ പുസ്തകമുണ്ട്. ഇങ്ങനെ പല പുസ്തകങ്ങളും. അത് നമ്മളിന്ന് വളരെ പൊള്ളുന്നൊരു പ്രശ്നമാണ്. അങ്ങനത്തെ എഴുത്ത് കാലാവസ്ഥാ വ്യതിയാനത്തെയും മഹാമാരികളെയൊക്കെ പറ്റിയിട്ടുള്ള എഴുത്തുകൾ മലയാളത്തിൽ അധികം വന്നിട്ടില്ല. ഞാൻ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എനിക്ക് ഗ്രേറ്റ് ഏച്ചിയെ കാണണേ എന്നുള്ള ആ കഥയെല്ലാം കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റി പലരും പറഞ്ഞ് മലയാളത്തിൽ വന്ന ആദ്യത്തെ കഥയാണെന്നുള്ള. ഇങ്ങനത്തെ ഈ കാര്യങ്ങളുള്ളൂ. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ചില നിർണായക പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള എഴുത്തുകൾ. പിന്നെ ഇപ്പോൾ മറ്റേ വെജിറ്റേറിയൻ പിന്നെ നോബൽ പ്രൈസ് കിട്ടിയ അത് ഞാൻ വായിച്ചിരുന്നു. വളരെ നല്ല കൃതിയാണ്. അതിൽ ഒരു ഹിംസക്കെതിരായിട്ടുള്ള ഒരു വലിയ ഒരു കാഴ്ച അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മാർഗരറ്റ് അറ്റ്വുഡിനൊക്കെ നോബൽ സമ്മാനം കിട്ടുമെന്ന് പലരും പറഞ്ഞിട്ടുള്ളത്. അവരൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ പുതിയ കാലത്തെ ശരിക്കും അഭിസംബോധന ചെയ്യുന്ന എഴുത്തുകളാണ്. അപ്പോൾ അതൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം മറ്റിപ്പോൾ ഇതിൻ്റെ മുമ്പ് പറഞ്ഞു പറയുമ്പോൾ ഇവരെ ചില ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ചില പ്രസക്തി കൊണ്ടാണ് ഞാൻ അവരെ പറഞ്ഞത്. മറ്റവരൊക്കെ പലരും ഇതേമാതിരി ഉള്ളവർ ധാരാളമുണ്ട്. ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ പിന്നെ എത്രയോ എൻ്റെ മുൻ തലമുറയിലുണ്ട്, അതിന് ശേഷമുണ്ട്, എനിക്ക് ശേഷം വന്ന തലമുറയിൽ ഏറ്റവും പ്രഗത്ഭരായവരുണ്ട്. ഏറ്റവും ഒടുക്കം വരുന്ന പിന്നെ ഈ കടലോരങ്ങളുടെയും പിന്നെ ഹൈ റേഞ്ചിൻ്റെയും ഒക്കെ കഥകൾ എഴുതുന്ന എത്രയോ പ്രഗത്ഭരായിട്ടുള്ള, അതുവരെ നമ്മൾ അഭിമുഖീകരിക്കാത്ത അനുഭവ മണ്ഡലങ്ങളെ മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നവരുണ്ട്. അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മാഷ് ഈ ഇപ്പോൾ വായനയുടെ നേരത്തെ സൂചിപ്പിച്ചൊരു പദമാണ് ഈ പരന്ന വായനയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ നോവലും കഥയും അല്ലെങ്കിൽ ഇത്തരം ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, അവർ സാഹിത്യകൃതികൾ മാത്രം ഫോളോ ചെയ്ത് പോവുകയും എന്നാൽ നോൺ ഫിക്ഷൻ മറ്റ് തലത്തിലുള്ള ആ കനപ്പെട്ട പുസ്തകങ്ങൾ അത്ര ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ പരന്ന വായന അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് വേണ്ട ഇപ്പോൾ സാഹിത്യം മാത്രം വായിച്ചാൽ പോരല്ലോ. ഇപ്പം മാഷിൻ്റെ തന്നെ പുസ്തകങ്ങൾ എടുത്താൽ തന്നെ അതിൽ പരിസ്ഥിതി വരുന്നുണ്ട്, മനുഷ്യരുടെ വിവിധ ഫാസിസത്തിനെതിരെയുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ എങ്ങനെയാണ് ഒരു വായനക്കാരൻ, നേരത്തെ അത് വിട്ടുപോയതാണ്, അതിൻ്റെ ഇടയിലുള്ളൊരു ചോദ്യമാണ്, ആ നല്ല വായനക്കാരൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയായിരിക്കണം വായനക്കാരൻ? പിന്നെ സാഹിത്യകൃതികൾ വായിക്കാം, അതായിരിക്കും കൂടുതൽ റീഡിങ് ഫോർ പ്ലഷറായിട്ട് വരുന്നത്. അല്ലാതെ വിജ്ഞാന മേഖലകൾ ഇപ്പോൾ വലിയ വിജ്ഞാന സ്ഫോടനം നടക്കുന്ന കാലഘട്ടമല്ലേ. അപ്പം അതിനെപ്പറ്റി AI പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ, സൈബോർഗുകളെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ, ഇങ്ങനെ പുതിയ വിഷയങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതിലൊരു താല്പര്യം ഉണ്ടാകണം. അപ്പോൾ മലയാളത്തിലൊക്കെ ഇങ്ങനെയുള്ള വിജ്ഞാന ഗ്രന്ഥങ്ങൾ കുറവാണെന്നുള്ള ആക്ഷേപമുണ്ട്. അതിനുവേണ്ടി മലയാളത്തിൽ അങ്ങനത്തെ വിജ്ഞാന ഗ്രന്ഥങ്ങൾ വികസിപ്പിക്കാനും കൂടിയാണ് മലയാള സർവകലാശാല തുടങ്ങിയിട്ടുള്ളത്. എല്ലാ വിജ്ഞാനങ്ങളും മലയാളത്തിൽ ആവിഷ്കരിക്കാനുള്ള കെൽപ്പ് നമ്മുടെ ഭാഷയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഞാനവിടെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അഡ്ജൻ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റു പുസ്തകങ്ങളും വിജ്ഞാന പുസ്തകങ്ങളും കൂടി വായിക്കണം. പക്ഷേ സാഹിത്യകൃതികളുടെ ചെലവിലായിക്കൊള്ളണമെന്നില്ല. കാരണം സാഹിത്യകൃതികൾക്കുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ അത് നിങ്ങളുടെ ജീവിത വീക്ഷണത്തെ മാറ്റുന്നു, വ്യക്തിത്വത്തെ മാറ്റുന്നു എന്നതാണ്. വിജ്ഞാന കൃതികൾക്ക് അത് സാധിച്ചോളണമെന്നില്ല. അതൊരു ജ്ഞാനം, ഒരു ഹെഡ്ലോഡായിട്ട് കുറേ നോളജ് നിങ്ങളുടെ തലയിലുണ്ടായിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അതാണ്. അതിനെ നമുക്ക് ജോലി ആവശ്യവും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മളുടെ വ്യാവഹാരിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇത് വായിക്കണം. പക്ഷെ സാഹിത്യകൃതികൾ വായിക്കുന്നത് നമുക്ക് സ്വയം മനസ്സിന് ആനന്ദമുണ്ടാകാനും സ്വന്തം വ്യക്തിത്വത്തെയും ആത്മാവിനെയും വളർത്തിയെടുക്കാനും കൂടിയാണ് കഴിയും. ഇനി മാഷിൻ്റെ പുസ്തകങ്ങളിലേക്ക് വന്നാൽ ഒരുപാട് വളരെ മനോഹരങ്ങളായ ഒരുപാട് കഥകൾ, അതുപോലെ നോവലുകൾ മാഷ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാഷിൽ തന്നെ എൻ്റെ പ്രിയപ്പെട്ട കഥ എന്ന് പറയാനുള്ള, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും എന്നെ തൊട്ട ഒരു കഥ എന്ന് പറയാനുള്ള ഒരു കഥയെയും ആ കഥ എങ്ങനെ വന്നു വീണു, എങ്ങനെ ആ കഥ രൂപപ്പെട്ടു എന്നതിനെയും ഒന്ന് വായനക്കാർക്ക് വേണ്ടി പറയാം. ഈ പ്രിയപ്പെട്ട കഥ എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം വെച്ചാൽ ഒരു എഴുത്തുകാരന് എല്ലാ സൃഷ്ടികളും സ്വന്തം മക്കളെ മാതിരി. അപ്പൊ ഏത് മകളോടാണ് അല്ലെങ്കിൽ ഏത് മകനോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ പറയാതെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്തുടരുന്ന ഒരു കഥ ഉണ്ടാവുമല്ലോ, ഓർമ്മയിൽ എപ്പോഴും വന്ന് നിൽക്കുന്ന
അങ്ങനെ ഒരു കഥ ഇപ്പം ഓരോ വിഷയം വരുമ്പോഴാണ് ആ കഥകൾ പലപ്പോഴും വരിക. ഇപ്പം നോവലുകളൊക്കെ ആണെങ്കിൽ പിന്നെ സൂഫി പറഞ്ഞ കഥയാണ് എന്നെ കൂടുതൽ അറിയപ്പെടുന്ന ഒരാളാക്കി മാറ്റിയത്. അതെ. പിന്നെ അതിനുശേഷം എഴുതിയിട്ടുള്ള ചരമവാർഷികം കൂടുതൽ സാന്ദ്രമായിട്ടുള്ള ഭാഷയും വളരെ വിസ്ഫോടകാത്മകമായിട്ടുള്ള ചില പരിചരണങ്ങളുള്ള പുസ്തകമാണ്. ഉം. ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിനെ പറ്റിയിട്ടുള്ള വലിയ വീക്ഷണങ്ങൾ, ഈ ടെക്നോക്രാറ്റിക് സൊസൈറ്റിയോടുള്ള വലിയ വിസമ്മതം അതെ അതെ പ്രകടിപ്പിച്ചാണ്. ദൈവത്തിൻ്റെ പുസ്തകമാണെങ്കിൽ മനുഷ്യരാശിയെ തന്നെ വിചാരണ ചെയ്യുന്ന പോലെയുള്ള ഒരു പുസ്തകം. അതിൽ ശ്രീകൃഷ്ണനെയും നബി തിരുമേനിയും മുൻനിർത്തിക്കൊണ്ട് ഒരു മാനദണ്ഡമാക്കി വെച്ചുകൊണ്ട് പിന്നെ മനുഷ്യ ചരിത്രം തന്നെ, മനുഷ്യന്മാർ ഇത്ര പ്രഗത്ഭരും സുന്ദരകളും സുന്ദരന്മാരുമായിട്ടും ഈ ലോകം എന്താണ് ഇങ്ങനെ നാശകോശമായിക്കൊണ്ട് അവശേഷിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വിചാരണ ആയിട്ടാണ് ആ പുസ്തകമുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ വ്യത്യസ്ത തലങ്ങളിൽ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഉം. ഇപ്പോൾ ചരമവാർഷികയൊക്കെ ആണെങ്കിൽ എൻ്റെ ബാല്യകാലം കുറേയുണ്ട്. അപ്പോൾ വൈകാരികമായിട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ചരമവാർഷികം സൂഫി പറഞ്ഞ കഥയൊക്കെ ആയിരിക്കും. പക്ഷെ വൈചാരികമായിട്ട് ദൈക്ഷണികമായിട്ട് ഇടയ്ക്ക് ജീവിതത്തിൻ്റെ പുസ്തകവും ദൈവത്തിൻ്റെ പുസ്തകമായിരിക്കും. ഇപ്പം വ്യത്യസ്ത തലങ്ങളിലാണ് നമ്മളുടെ ഉം. അതെ ഏറ്റവും കൂടുതൽ ഇഷ്ടങ്ങൾ അതെ നിലനിൽക്കുന്നത്. അതെ ഇനി മാഷിൻ്റെ പുതിയ പുസ്തകങ്ങളിലേക്ക് വന്നാൽ ഇപ്പോൾ ഇടശ്ശേരിക്കാരിൽ മാഷ് പറയുന്നൊരു വലിയൊരു വാക്യം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന് വേണ്ടി നമ്മൾ പിന്നെ ശബ്ദിക്കാൻ തുടങ്ങിയില്ലെങ്കിൽ കുലം മുടിഞ്ഞു പോകുമെന്ന്, മനുഷ്യകുലം മുടിഞ്ഞു പോകുന്ന ഒരു വാക്ക് അതിനകത്ത് പറയുന്നുണ്ട്. ഹൈന്ദവം എടുത്താലും ഞാൻ മാഷിൻ്റെ ഡോക്ടർ അബ്ദുൽ നാസർ എഴുതിയ ഹൈന്ദവ ആ പഠനം ശ്രദ്ധിക്കാനിടയായി. അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, പുതിയ കാലത്ത് നമ്മൾ ഈ നിരന്തരമായ വംശീയ ഹത്യകൾ ഉണ്ടാകുന്നു, മനുഷ്യർ ഇരയാക്കപ്പെടുന്നു, സാങ്കേതിക വിദ്യയുടെ ഇരയാക്കപ്പെടുന്നു, ഭരണകൂടത്തിൻ്റെ ഇരയാക്കപ്പെടുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെതിരെയുള്ള എഴുത്തുകളെ നമ്മുടെ സാമ്പ്രദായികമായിട്ടുള്ള പ്രതിരോധം എന്ന ഒരു കണ്ണിയിൽ ഉൾപ്പെടുത്താതെ റെയ്മണ്ട് വില്യംസിനെയൊക്കെ അദ്ദേഹം ഉദാഹരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക പഠനങ്ങളിൽ പറയുന്ന പോലെ ഒരു നൈതികത, ധാർമ്മികത എന്നുള്ളത് ഇപ്പോഴും ചലനാത്മകമായ ഒരു കാര്യമായി അതിനെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന അടുത്തൊരു പ്രധാന പോയിന്റ്, മലയാളത്തിൽ അത്തരം പുസ്തകങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന്, അതായത് വർത്തമാനകാല രാഷ്ട്രീയത്തെ ചൂണ്ടുന്ന പുസ്തകങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊരു നിരീക്ഷണം കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. തുടർന്ന് ഈ മാഷ്ടെ ഹൈന്ദവം എന്നുള്ള പുസ്തകം എന്നാൽ ആ ഒരു മേഖലയിൽ വരുന്ന ഒരു പുതിയ ഒരു ആവിഷ്കാരമായും പറയുന്നു. അപ്പോൾ ഈ വർത്തമാനകാല രാഷ്ട്രീയത്തെ തൊട്ടുകൊണ്ട് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരു എഴുത്തുകാരൻ്റെ ഒരു ദൗത്യം ഉണ്ടാവുമല്ലോ, അതിനെ മാഷ് എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് വർത്തമാനകാല രാഷ്ട്രീയത്തെ, സാംസ്കാരിക പരിണാമങ്ങളെയൊന്നും അഭിസംബോധന ചെയ്യാതെ ഒരു എഴുത്തുകാരന് നിൽക്കാൻ പറ്റില്ല. എഴുത്തുകാരൻ എപ്പോഴും കാലത്താൽ വിധിക്കപ്പെട്ടതാണ്, അല്ലാതെ കാലാതീതനായിട്ടൊരു എഴുത്തുകാരനില്ല. ഇപ്പം ഏതൊരു എഴുത്തുകാരനും സ്വന്തം കാലത്തെയാണ് അഭിമുഖീകരിക്കുന്നത്, സ്വന്തം കാലത്തെയാണ് ആവിഷ്കരിക്കുന്നത്. ആ ആവിഷ്കാരം ചിലപ്പോൾ കാലാതീതമായി പ്രസക്തിയുള്ളതായി മാറുന്നു മാത്രം. പക്ഷെ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്തെയാണ് അഭിമുഖീകരിക്കേണ്ടത്. അപ്പോൾ രാഷ്ട്രീയം, ഇന്നത്തെ രാഷ്ട്രീയം വെറുപ്പിൻ്റെ രാഷ്ട്രീയം, വർഗീയതയുടെ രാഷ്ട്രീയമൊക്കെ ആണെങ്കിൽ അത് കണ്ടില്ല എന്ന് നടിക്കാൻ ഒരു എഴുത്തുകാരനും പറ്റില്ല. ഇപ്പോൾ ഹൈന്ദവത്തിലാണെങ്കിൽ ഹൈന്ദവം എന്ന കഥ, പിന്നെ വാര്യംകുന്നത്ത് വീണ്ടും, പിന്നെ കേരള മാരത്തോൺ, ഇങ്ങനെ 3-4 കഥകളെല്ലാം തന്നെ മതമൈത്രിയും വർഗീയതയും ഉയർത്തിപ്പിടിക്കുന്ന. കാരണം ഇന്ന് ഏറ്റവും നിർണായകമായൊരു പ്രശ്നമാണിത്. മനുഷ്യൻ്റെ ജീവശ്വാസം പോലെ നമ്മുടെ സമൂഹത്തെ നിലനിർത്താൻ ആവശ്യമുള്ളതാണ് മതമൈത്രിയും സഹജീവനവും, എല്ലാവരും ഒന്നിച്ച് ജീവിക്കലും. അപ്പം അതിനെ നമ്മൾക്ക് അഭിസംബോധന ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഹൈന്ദവം എന്നുള്ള കഥാസമാരൊക്കെ അങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പൊതുവെ എഴുത്തന്നെ, എൻ്റെ മതേതരത്വത്തിൻ്റെ കാഴ്ചപ്പാടെന്നെ മതവിരുദ്ധമായ മതേതരത്വമല്ല, മതസഹിതമായിട്ടുള്ള മതേതരത്വത്തെയാണ് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നത്. നമ്മുടെ ഭരണഘടന അങ്ങനെയാണ്. എല്ലാ മതങ്ങളുടെയും സ്വാതന്ത്ര്യത്തെ, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തെ, ഉത്ബോധനത്തിനുള്ള സ്വാതന്ത്ര്യത്തെയും അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു മതേതരത്വമാണ്. ഫ്രാൻസിലത്തേക്ക് പോലെ മതവിരുദ്ധമായിട്ടുള്ള മതേതരത്വമല്ല. അപ്പം അതിനെല്ലാം ഞാൻ അഭിസംബോധന ചെയ്യുന്ന കൃതികൾ ഹൈന്ദവത്തിലുണ്ട്. പിന്നെ പുതിയ സാങ്കേതിക വികാസം, അതിൻ്റെ പ്രശ്നങ്ങൾ, ഇപ്പം സർവൈലൻസ് എന്നുള്ള കഥ ആവണമെങ്കിൽ ഈ ഭരണകൂടം നമ്മളെ നിരീക്ഷിക്കുന്നതിൻ്റെ ഒരു അപകടത്തെ പറ്റിയിട്ടുള്ളതാണ്. ഇവാക്യുവേറ്റ് എന്നുള്ള കഥയാണെങ്കിൽ ഇപ്പം 2 കഥാസമാരത്തെയും കഥകളാണ് ഞാൻ പറയുന്നത്, ഹൈന്ദവത്തിലെയും ഇടശ്ശേരിക്കാരിലെയും. അതിലാണെങ്കിൽ പിന്നെ ഒരു എയർ ഹോസ്റ്റസിൻ്റെ ജീവിതമൊക്കെയാണ് അതിൽ ആദ്യമായിട്ട് മലയാളത്തിലെ ഒരു എയർ ഹോസ്റ്റസിൻ്റെ ജീവിതവും വിമാന
യാത്രയുടെ ഉള്ളുകളികളും ഒക്കെ ഉള്ള ഒരു കഥയാണ് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഈ ഭൂലോകത്തിൻ്റെ അതിജീവനത്തിൻ്റെ പ്രശ്നവും കൂടിയും ചേർത്തിട്ടുള്ള, എന്നാൽ ശാസ്ത്രവും ഒക്കെ കലർന്നിട്ടുള്ള ഒരു കഥയാണ്. അങ്ങനെ പുതിയ ശാസ്ത്ര വിഷയങ്ങളെ മാനുഷികമായിട്ടുള്ള രീതിയിൽ പിന്നെ നമ്മളെ സ്പർശിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന കഥകളാണ്. അപ്പം എടശ്ശേരിക്കാർ എന്ന് പറഞ്ഞാൽ എടശ്ശേരിയുടെ എല്ലാം ആ ഒരു കാലമുണ്ടല്ലോ, വളരെ ആദർശശുദ്ധിയും പ്രതിബദ്ധതയും മനുഷ്യസ്നേഹവും മാനവികതയ്ക്കുള്ള ആ കാലം, ആ എടശ്ശേരിയുടെ കാലത്തെ എടശ്ശേരിയുടെ പണ്ടുപയോഗിച്ചിരുന്ന ഒരു കാറിലേക്ക് സംക്രമിപ്പിച്ചുകൊണ്ട് ആ മൂല്യബോധത്തെ ഇന്നത്തെ കാലവുമായിട്ടൊന്ന് തട്ടിച്ചിട്ട് ആ മൂല്യബോധം തന്നെ ഇന്നത്തെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന നിലയ്ക്കുള്ള ഒരു കാഴ്ചപ്പാടാണ്. നവോത്ഥാന മൂല്യങ്ങൾ എടശ്ശേരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എടശ്ശേരിയിലൊക്കെ കൂടി ഉണ്ടായിരുന്നതാണല്ലോ അതെല്ലാം തന്നെ. അപ്പോൾ അതാണ് എടശ്ശേരിക്കാരിൽ വരുന്നത്. അപ്പോൾ ഇത് പുതിയ രീതികളിലാണ് അവതരിപ്പിക്കുന്നത്. ഇന്നത്തെ പിന്നെ ആനുകാലികമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളോട് ചേരുന്ന രീതിയിൽ പിന്നെ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് ഗ്രേറ്റ് ഏച്ചിയെ കാണുക എന്നുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെ അധികരിച്ചിട്ടുള്ള മലയാളത്തിൽ ഒന്നാമത്തെ കഥയാണ് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റ തുൻബെർഗിനെ പറ്റി അറിയാലോ. ഗ്രേറ്റ തുൻബെർഗ് ഒരു കൗമാരക്കാരിയാണ്. ലോകരാഷ്ട്ര നേതാക്കന്മാരുടെ മുമ്പിൽ രോഷത്തോടു കൂടി സംസാരിച്ചത്. നിങ്ങൾ എന്തിനാ ഞങ്ങളെ ജനിപ്പിച്ചത്, എന്തിനാ ഞങ്ങളെ പഠിപ്പിക്കുന്നത്, ഈ ലോകം ഇങ്ങനെ മുടിക്കാൻ വേണ്ടി നരകതുല്യമായൊരു ജീവിതം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ആ ഗ്രേറ്റനെ കാണണം എന്നുള്ള വയനാട്ടിലൊരു കുട്ടി, കബനി എന്നുള്ള കുട്ടി ഗ്രേറ്റയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് വരുന്നു. ഒടുക്കം പിന്നെ മസ്തിഷ്ക ജ്വരം വന്നപ്പോൾ അബോധാവസ്ഥയിലേക്ക് ഗ്രേറ്റ് ഏച്ചിയെ കാണണം എന്ന് പറഞ്ഞ് കരയുന്നതും ഒടുക്കം ഗ്രേറ്റ തുൻബെർഗ് കേരളത്തിലേക്ക് വരുന്നതായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പുതിയ വിഷയങ്ങൾ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കും. ഇനി മാഷ് നീണ്ട വർഷങ്ങളായി എഴുത്തിലും വായനയിലും ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളൊരു കാര്യം, നല്ല ഒരു കവിതാ വായനക്കാരൻ അല്ലെങ്കിൽ നല്ല ഒരു കവി ഒരിക്കലും ഒരു ഫാസിസ്റ്റ് ആവില്ല. നല്ലൊരു വായനക്കാരൻ അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരൻ ഒരിക്കലും മനുഷ്യരുടേതല്ലാത്തൊരു പക്ഷത്ത് കൂടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുതിയൊരു തലമുറയോട് അല്ലെങ്കിൽ പുതിയ വായനക്കാരോട്, പുതിയ എഴുത്തുകാരോട് മാഷിന് എഴുത്തിൽ ഇത്രയും കാലം അല്ലെങ്കിൽ വായനയിൽ ഇത്രയും നീണ്ട കാലം ജീവിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് എന്തൊക്കെയാണ് മനസ്സിൽ നിന്ന് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള, ഒരു സാഹിത്യകാരനായാൽ മറ്റ് വിജ്ഞാന മണ്ഡലങ്ങളിലാവുമ്പോൾ അത് ഇൻഫർമേഷൻ്റെ വിജ്ഞാനത്തിൻ്റെ ലോകമാണ്. ഒരു എഴുത്തുകാരൻ, അതായത് സാഹിത്യകാരനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഒരിക്കലും ഫാസിസ്റ്റ് ആവാൻ പറ്റില്ല. കാരണം ഫാസ് എന്ന് പറഞ്ഞാൽ അപരത്തിനോടുള്ള വിദ്വേഷമാണ്. സാഹിത്യം എന്ന് പറഞ്ഞാൽ തന്നെ അപരനെ മനസ്സിലേക്ക് ആവാഹിക്കുന്നതാണ്. അവരൻ്റെ ഹൃദയത്തിലേക്ക് കടക്കാനുള്ള സുവർണ കവാടമാണ് സാഹിത്യം. അപ്പോൾ അപരോന്മുഖമാണ് സാഹിത്യം. അപ്പം അതുകൊണ്ട് തന്നെ സാഹിത്യകാരന്മാർക്ക് ഫാസിസ്റ്റുകളൊന്നും ആവാൻ പറ്റില്ല, വർഗീയവാദികളും മനുഷ്യവിരുദ്ധരും ആവാൻ പറ്റില്ല സാധാരണ. പിന്നെ അവരെന്തെങ്കിലും താൽക്കാലിക പ്രയോജനത്തിനൊക്കെ വേണ്ടിയിട്ട് അവനവൻ്റെ കാഴ്ചപ്പാടിനെയും ആത്മാവിനെയും പണയപ്പെടുത്തുമോ എന്നത് വേറൊരു പ്രശ്നം മാത്രം. പിന്നെ ഇന്ന് ഇപ്പം സാഹിത്യകാരന്മാരെയൊക്കെ ദുഷിപ്പിക്കുന്ന മറ്റൊരു ശക്തി അധികാര കേന്ദ്രങ്ങളുടെ പ്രലോഭനങ്ങളുടെ ഒപ്പം തന്നെ മാർക്കറ്റിന്റെ പ്രലോഭനമാണ്. മാർക്കറ്റിൽ കൂടുതൽ വിൽപ്പനയ്ക്ക് പറ്റുന്ന ഒരു ചരക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി എഴുതുന്ന സമയത്ത് ഈ വക പരിഗണനകളൊന്നും ഇല്ലാതെ ഏതാ ട്രെൻഡ് വെച്ച് അങ്ങനത്തെ സാധനം കുത്തിക്കെട്ടി ഉണ്ടാക്കും. അപ്പൊ അങ്ങനത്തെവരെല്ലാം തന്നെ ഒരു എഴുത്തുകാരൻ്റെ ഉണ്ടാകേണ്ട അപരപരിഗണന, അപരപ്രിയത്വം ഇതിന്നൊക്കെ നഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയുള്ളവരിങ്ങനെ ഫാസിസത്തിൻ്റെയും കോർപ്പറേറ്റിസത്തിൻ്റെയും എല്ലാം പടുകുഴികളിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. അതിനോട് ജാഗ്രത പുലർത്തുക. നിങ്ങൾ എഴുത്തുകാരനാവണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിനെ സംരക്ഷിക്കണം. എഴുത്തുകാരൻ്റെ ആത്മാവിനെ സംരക്ഷിക്കാതെ നിങ്ങൾക്ക് എഴുത്തുകാരനാകാൻ പറ്റില്ല. ഈ പിന്നെ യേശുവിൻ്റെ വചനത്തെ ഓർക്കാവുന്നതാണ് നമുക്ക്. അതായത് നീ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വേറെ എന്ത് നേടിയിട്ടും കാര്യമില്ല. അതാണ്. അപ്പം നമ്മൾ നമ്മുടെ സ്വത്വത്തെ, ആത്മാവിനെ, ഉണ്മയെ നഷ്ടപ്പെടുത്തി. അത് മഹാന്മാരായിട്ടുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്തൊക്കെ വളരെ സ്നേഹവും കാരുണ്യമുള്ള ആളാണെങ്കിലും സ്വന്തം നിലപാടുകൾ ഒന്നും ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പണയപ്പെടുത്തിയിട്ടില്ല. ശ്രീകൃഷ്ണൻ നോക്കുകയാണെങ്കിലും അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അപ്പം അതൊക്കെ ഒരു മൂല്യപരമായിട്ടുള്ള ചില നിൽപ്പുകളാണ്. അപ്പോൾ ഒരു എഴുത്തുകാരനും
അത്ര അവരിങ്ങനെ ദൈവദൂതരുടെ മാതിരി ഉയർന്നവരൊന്നും അല്ലെങ്കിലും ആ ഒരു ഗണത്തിലുള്ള സ്വഭാവങ്ങൾ കൂടി എഴുത്തുകാരൻ കാണിച്ചാലേ അവനിൽ മഹത്വമുണ്ടാവുള്ളൂ, എഴുത്തിലും മഹത്വമുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് താൽക്കാലിക നേട്ടത്തിന് പേനൊന്തുന്ന ഒരാളായി മാറണോ അതോ ശരിയായ ഒരു എഴുത്തുകാരനാകണോ എന്നതാണ് നിർണായക പ്രശ്നം. അപ്പോൾ ഇങ്ങനെയെല്ലാം ചിന്തിക്കേണ്ടി വരും. എഴുതാപ്പുറം പൂർണ്ണമാവുകയാണ്.